PSC ഡയറിയിലേക്ക് സ്വാഗതം. 2024 ഫെബ്രുവരി 1 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കാം. ടെന്നീസിൽ പ്രായമേറിയ 1ാം റാങ്കുകാരനായി ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. 43-ാം വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടി. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ചോദ്യമാണിത്. കാരണം ഇത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം നേടിയിട്ടുള്ളത് രോഹൻ ബൊപ്പണ്ണയും എബ്ഡനുമായിട്ട് ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാൻ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകാം. ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം നേടുന്നതിൽ ബൊപ്പണ്ണയോടൊപ്പം കളിച്ച കളിക്കാരനേത് എന്നൊരു ചോദ്യം ചിലപ്പോൾ വരാം. അത് ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനാണ്. അതല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കാം. ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് നേടിയ താരങ്ങളാരൊക്കെ, ഇവരുടെ രണ്ടുപേരുടെയും പേര് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒരു പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ ചോദ്യം ഇങ്ങനെയും വരാം. എത്രാമത്തെ വയസ്സിലാണ് രോഹൻ ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്? 43-ാമത്തെ വയസ്സിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഒന്ന് നോക്കുക, ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വെക്കുമ്പോൾ ഈ പോയിന്റ് ഒന്നും നമ്മൾ മറക്കത്തില്ല. ഇനി നിങ്ങൾ ഈ പഠിക്കുമ്പോൾ ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കുക, രോഹൻ ബൊപ്പണ്ണ അല്ലേ. അപ്പോൾ ആ നോക്കി തന്നെ പഠിക്കുക. അപ്പോൾ ചിത്രരൂപത്തിലോ ഒക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും പോകത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രാജാ രവിവർമ്മ പുരസ്കാരം, ഈ വർഷത്തെ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയ വ്യക്തിയാർ? സുരേന്ദ്രൻ നായർ അല്ലേ. പക്ഷേ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് കീറി മുറിച്ചൊന്ന് പരിശോധിക്കാം. അപ്പോൾ ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരം ഏത്? അത് അങ്ങനൊരു ചോദ്യമാണെങ്കിൽ അതിനുത്തരം രാജാ രവിവർമ്മ പുരസ്കാരം അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനൊരു ചോദ്യം ഉണ്ടാക്കാം. ഇനി അടുത്തത്, രാജാ രവിവർമ്മ പുരസ്കാരം നേടിയ വ്യക്തിയാർ? സുരേന്ദ്രൻ നായർ അല്ലേ. ഇനി രാജാ രവിവർമ്മ പുരസ്കാരം നേടിയ സുരേന്ദ്രൻ നായർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകാരൻ അല്ലേ. ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് വെറുതെ ഓടിച്ച് വായിച്ച് പോകുന്നതിൽ നല്ലത് ഒരു പോയിന്റ് കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഇതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ആ പോയിന്റുമായിട്ട് നമ്മൾ അറിയാതെ റിലേറ്റഡ് ആവും. പിന്നീട് നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ കാണുമ്പോൾ ഓപ്ഷനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. അടുത്ത പോയിന്റ്, ഒരു 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ കിവീസ് താരം ഫിൻ അലൻ, കിവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂസിലൻഡിനെയാണ്, ന്യൂസിലൻഡ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പമെത്തി. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. അപ്പോൾ ഇവിടെ അടുത്തിടെ ന്യൂസിലൻഡും പാകിസ്ഥാനുമായിട്ടൊരു 2020 മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ ന്യൂസിലൻഡിൻ്റെ ഫിൻ അലൻ എന്ന ക്രിക്കറ്റ് പ്ലെയർ പാകിസ്ഥാനെതിരെ 16 സിക്സറുകളാണ് അടിച്ചുകൂട്ടിയത്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിയുടെ റെക്കോർഡിനൊപ്പമാണ് ഇപ്പോൾ ഈ ഫിൻ അലൻ എന്ന താരം നിൽക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യത, അടുത്തിടെ കിവീസ് താരമായ ഫിൻ അലൻ 16 സിക്സറുകൾ അടിച്ചുകൊണ്ട് റെക്കോർഡിട്ടത് ഏത് രാജ്യത്തിനെതിരെയുള്ള മത്സരത്തിലാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പാകിസ്ഥാൻ. അപ്പോൾ ഈ പോയിന്റ് ഒന്നുകൂടി വായിക്കാം. ഒരു 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ കിവീസ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പമെത്തി. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കാം. ഏഴിമല നാവിക അക്കാദമി കമാൻഡൻ്റായി വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി ചുമതലയേറ്റു. അപ്പോൾ ഏഴിമല നാവിക അക്കാദമി കമാൻഡൻ്റായി അടുത്തിടെ ചുമതലയേറ്റ വ്യക്തിയാർ? ആരാണ്? വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ G അമൃത് കുമാറും അർഹരായി. ഒന്നുകൂടി നോക്കാം. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ G അമൃത് കുമാറും അർഹരായി.
അടുത്തൊരു പോയിന്റ്, കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. ആരൊക്കെയാണ് ഇത് സംയുക്തമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. അടുത്തൊരു പോയിന്റ്, ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ബഹുമതി. ഇത് ഭാരതരത്ന ഒക്കെ പ്രഖ്യാപിച്ചല്ലോ, അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ബഹുമതി ലഭിച്ചു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നോക്കുക, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമുള്ള നഗരം ഏതാണ്? മുംബൈ. പിന്നെ പാലത്തിൻ്റെ പേരാണ് അടൽ സേതു, അല്ലേ? അടൽ സേതു എന്നാണ് ആ പാലത്തിൻ്റെ പേര്. ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ എത്ര കിലോമീറ്റർ നീളമുണ്ടെന്നുള്ളതാണ്. 21.8 കിലോമീറ്റർ നീളമാണ് മൊത്തം ഉള്ളത്. അതിൽ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ പറയാം, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ്. അടുത്തൊരു പോയിന്റ്, കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. അപ്പോൾ 2023 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ വ്യക്തികൾ ആരൊക്കെയാണ്? ലയണൽ മെസ്സിയും ഐറ്റിന ബോൺമാറ്റിയും. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. അതേപോലെ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഐറ്റിന ബോൺമാറ്റി. ഐറ്റിന ബോൺമാറ്റി സ്പാനിഷ് താരമാണ്. അടുത്തൊരു പോയിന്റ്, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഫസറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. ആ പേരുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം, അല്ലേ? ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷ്യൂവർ. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷ്യൂവർ. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല. ഇത് വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് ചേരിചേര നയമാണ്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഒരു ചേരിയിലും ചേരാതെ ന്യായത്തിൻ്റെ ഭാഗത്തു നിന്നും കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ചേരിചേര നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ ആറ്റിറ്റ്യൂഡുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ചേരിചേര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ചേരിചേര പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്കും അതേപോലെ നെഹ്റുവിനും VK കൃഷ്ണമേനോനുമൊക്കെ നിർണായക പങ്കാണുള്ളത്. കുറേ നാളായിട്ട് ഈ ചേരിചേര പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു, അതിൻ്റെ മീറ്റിങ്ങുകളൊന്നും ഇല്ലായിരുന്നു. സാധാരണ നമ്മുടെ PSC ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ മീറ്റിങ്ങൊക്കെ ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ വരാറുള്ളതാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇതിൻ്റെ 19ാമത് ഉച്ചകോടി ഉഗാണ്ടയിലെ കമ്പാലയിൽ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില യുദ്ധങ്ങൾ, ഉക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രയേൽ ഹമാസ് യുദ്ധം, ഈ യുദ്ധങ്ങളിലൊക്കെ ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ അഭിപ്രായമൊക്കെ ഒരു നിർണായകമായിട്ടൊക്കെ വരാറുണ്ട്. അതും നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിക്കാറുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര സൗഹൃദം മെച്ചപ്പെടുത്തുന്നതിനുള്ള നയങ്ങൾ രൂപപ്പെടുത്തുക, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടായ്മയാണ് ഈ ചേരിചേര പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിലുള്ള രാജ്യങ്ങൾ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയാണെന്ന് ഓർത്തിരിക്കുന്നത്. ആ നമ്പറിന് പ്രത്യേകതയുണ്ട്. 19ാമത് ഉച്ചകോടിയാണ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്, അല്ലാതെ ചിലപ്പോൾ വർഷമായിരിക്കത്തില്ല, ചിലപ്പോൾ വർഷവും ചേർത്ത് ചോദിക്കാം. അപ്പോൾ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി നടക്കുന്നത് ഉഗാണ്ടയിലെ കമ്പാലയിലാണ്. ഏതാണ് സ്ഥലം? ഉഗാണ്ടയിലെ കമ്പാലയിലാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര.
ഇവിടെ ഓർത്തിരിക്കുക, ഇതും ചോദിക്കാൻ തക്ക നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതെന്ന് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം തന്നെയാണ്. കൊട്ടാരക്കരയാണ് ആൻസർ. അപ്പോൾ നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഡിജിറ്റൽ സാക്ഷരത, നഗരസഭ, കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത, നഗരസഭ, കൊട്ടാരക്കര. നമ്മൾ കുട്ടികളുടെ ഡോറ സീരിയലിൽ കാണുന്നില്ല ഇങ്ങനെ ഡിജിറ്റൽ സാക്ഷരത, നഗരസഭ, കൊട്ടാരക്കര. അപ്പോൾ ഡോറ പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞു വയ്ക്കുക. ഡിജിറ്റൽ സാക്ഷരത, നഗരസഭ, കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത, നഗരസഭ, കൊട്ടാരക്കര. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന ഡോറ ബുജിയൊക്കെ ഞാൻ കാണുന്നുണ്ടെന്നായിരിക്കും അല്ലേ? ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പോൾ നോക്കുക, ഡിജിറ്റൽ സാക്ഷരത, നഗരസഭ, കൊട്ടാരക്കര. ഈ 3 കണക്ട് ചെയ്ത് വയ്ക്കുക. ഇതിൽ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുമ്പോൾ അതിൽ രാ വരുന്നുണ്ട്, നഗരസഭ പറയുമ്പോൾ രാ വരുന്നുണ്ട്, കൊട്ടാരക്കര പറയുമ്പോഴും രാ വരുന്നുണ്ട്. അപ്പോൾ രാ എന്ന ഒരു അക്ഷരമായിട്ട് കണക്ഷൻ ഉണ്ട് ഇതിന്. ഡിജിറ്റൽ സാക്ഷരത, നഗരസഭ, കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത, നഗരസഭ, കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത, നഗരസഭ, കൊട്ടാരക്കര. കണ്ട, കണക്ഷനായി. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രത്യക്ഷപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ എഴുതും. കാരണം ഈ ഡോറയുടെ കാര്യം പറഞ്ഞതും ആ ഒരു പ്രാസം ഒപ്പിച്ച് നിങ്ങൾ പഠിച്ചതും കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടത് എഴുതിയിരിക്കും. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പല സിനിമാ പോസ്റ്ററുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകളുടെ പോസ്റ്ററുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ കളക്ഷൻ നേടിയതോ ശ്രദ്ധ നേടിയതോ ആയിട്ടുള്ള സിനിമകളാണ് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നാളെ ഓസ്കാർ അവാർഡിലോ ബാഫ്റ്റ അവാർഡിലോ ഗോൾഡൻ ഗ്ലോബ് അവാർഡിനോ ഒക്കെ പരിഗണിക്കുന്ന സിനിമകളായിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ പേര്, സിനിമയുടെ സംവിധായകൻ, സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടീനടന്മാർ, ഇതൊക്കെ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇതല്ലാതെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടിരുന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഇവരുടെ പേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതേസമയം നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന സിനിമാ പോസ്റ്ററുകളിലൊക്കെ അതൊക്കെ ആ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ. ഈ ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന സംവിധായകന് ഹോളിവുഡ് പ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ക്രിസ്റ്റഫർ നോളൻ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രാധാന്യം എന്തെന്നും ആ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? ഇവിടെ ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമർ എന്ന സിനിമയ്ക്കാണ്. ഓപ്പൺഹൈമർ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങളല്ലേ? ആറ്റം ബോംബിൻ്റെ പിതാവാണ് ഓപ്പൺഹൈമർ എന്ന് പറയുന്നത് അല്ലേ? അദ്ദേഹത്തെക്കുറിച്ചുള്ള സിനിമ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ സിനിമയും. ഓപ്പൺഹൈമർ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയ്ക്കാണ് 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. ഇനി നിങ്ങളിത് മറന്നു പോകുമെന്ന് തോന്നുന്നില്ല, കാരണം നമ്മൾ ആ സിനിമ ഈ പോസ്റ്ററൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട്. അപ്പോൾ എല്ലാ പോയിന്റിലും ഇങ്ങനെ ചേർത്ത് പറയുന്നത് ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ എക്സാം ഹാളിലായിരിക്കും. എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം. ഈ വീഡിയോസ് ഞാൻ എന്തൊക്കെ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്താൽ പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് നിങ്ങളുടെ എക്സാം ഹാളിലായിരിക്കും. ഉറപ്പായിട്ടും അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് വരികയും ഓപ്ഷനിൽ നിന്നും കൃത്യമായിട്ട് അത് ആൻസർ പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. അടുത്തൊരു പോയിന്റ് നോക്കാം. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹരായി. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ശുഭ്മാൻ ഗില്ല്. ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവർ രവിശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ. അടുത്തൊരു പോയിന്റ്, കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാറാണ് പ്രീതി രജക്. ഇവർ മധ്യപ്രദേശ് സ്വദേശിനിയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായ്, TRAI, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് ട്രായ് ചെയർപേഴ്സണായി അനിൽകുമാർ ലഹോട്ടി നിയമിതനായി. അടുത്തിടെ ട്രായ് ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തിയാര്? അനിൽകുമാർ ലഹോട്ടി. ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയുടെയും
പരീക്ഷയും അതിൻ്റെ റിവിഷനും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമായിട്ട് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ആഡ് മീ എന്ന റിക്വസ്റ്റ് അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് അംഗമാകാവുന്നതാണ്. ഇത് മാത്രമല്ല, അടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള നിർണായകമായ ടോപ്പിക്കുകളുടെയൊക്കെ ഒരു കോച്ചിങ് നമ്മൾ ഈ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഡെയിലി OMR പ്രീവിയസ് ഇയർ OMR ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ചകളിൽ OMR ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ടെലഗ്രാം ചാനലിൽ ഓഡിയോ ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ, ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ KGF സിനിമയിൽ യാഷിൻ്റെ ഡയലോഗ് അല്ലേ, എൽ ഡൊറാഡോ, അങ്ങനെ ഒരു സാധനം പറയുന്നില്ലേ, എൽ ഡൊറാഡോ, ആ ഒരു ഹൈപ്പ് കൊടുത്ത് പറയുന്ന അതിൻ്റെ അതുമായിട്ടൊരു സാമ്യമുണ്ട് അല്ലേ. ഓഗോസ് ദെൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. അപ്പോൾ KGFലെ യാഷുമായിട്ട് ഈ ഷെയ്ഖ് ഹസൻ ഖാനെ അല്ലെ, അദ്ദേഹം മലയാളിയാണ്, ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ദെൽ സലാദോ അല്ലെ, എൽ ഡൊറാഡോ കീഴടക്കുന്നത് KGFലെ യാഷ് അല്ലെ, അങ്ങനെ ദെൽ സലാദോ കീഴടക്കുന്നത് നമ്മുടെ ഷെയ്ഖ് ഹസൻ ഖാൻ അല്ലെ. ഈ പോയിന്റ് ഒന്നുകൂടി പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. ഇതും നിങ്ങളിനി മറക്കില്ല, കാരണം KGFുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അല്ലേ. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയെന്ന് തോന്നുന്നു, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തത് പത്മ പുരസ്കാരങ്ങളാണ്. മലയാളിയായ റിട്ടയേർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീവി, O രാജഗോപാൽ, ഉഷ ഉതുപ്പ് എന്നിവർക്ക് പത്മഭൂഷണും, ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. പത്മഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണ്? മലയാളിയായ റിട്ടയേർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇത് ലഭിച്ചത്. പിന്നെ O രാജഗോപാൽ, ഉഷ ഉതുപ്പ്, ഈ 3 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. പത്മശ്രീ ലഭിച്ചത് ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബളേരി എന്നിവർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇതും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തത് എമ്മി അവാർഡാണ്. 75ാമത് എമ്മി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അല്ലേ. ആ നമ്പർ പ്രാധാന്യമുള്ളതാണ്. 75ാമത് എമ്മി പുരസ്കാരമാണ്. ഇതിലെ പ്രധാന പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. മികച്ച കോമഡി പരമ്പരയെ തിരഞ്ഞെടുത്തത് ദ ബെയർ ആണ്. മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ ആണ്. മികച്ച ആന്തോളജി പരമ്പരയെ തിരഞ്ഞെടുത്തത് ബീഫ് ആണ്. മികച്ച നടൻ കോമഡി കാറ്റഗറിയിൽ ജെറമി അലൻ വൈറ്റും, മികച്ച നടി കോമഡി കാറ്റഗറിയിൽ കിൻഡ ബ്രൺസണുമാണ്. അതേപോലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ കെയ്രൻ കൾക്കിനാണ്. അതേപോലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടി സാറ സ്നൂക്കാണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് സിനിമാ താരങ്ങളുടെ പേരൊക്കെ വലിയ പാടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പോകുന്ന വഴിക്ക് ഇംഗ്ലീഷ് സിനിമകളുടെ പോസ്റ്റർ കണ്ടാൽ അതിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ കണ്ടുപരിചയം ഉണ്ടെങ്കിൽ ഇതിവിടെ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതൊന്നുകൂടെ പറയാം. ഈ 75ാമത് എമ്മി പുരസ്കാരങ്ങളാണ്. അതിൽ പ്രധാന പുരസ്കാരങ്ങളാണ്. മികച്ച കോമഡി പരമ്പര എന്ന് പറയുന്നത് ദ ബെയർ ആണ്. അതേപോലെ മികച്ച ഡ്രാമ പരമ്പരയെ തിരഞ്ഞെടുത്തത് സക്സഷൻ ആണ്. മികച്ച ആന്തോളജി പരമ്പരയായത് ബീഫ്. അതേപോലെ കോമഡി കാറ്റഗറിയിലെ മികച്ച നടൻ ജെറമി അലൻ വൈറ്റ് ആണ്. കോമഡി കാറ്റഗറിയിലെ മികച്ച നടി കിൻഡ ബ്രൺസൺ ആണ്. അതേപോലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ കെയ്രൻ കൾക്കിനും ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടി സാറ സ്നൂക്കുമാണ്. ഇതൊക്കെ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് നിരന്തരം ഈ എമ്മി അവാർഡ് ഇങ്ങനെ വായിച്ച് പഠിക്കുക. നിരന്തരം വായിച്ച് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കണക്ഷൻ ആയിക്കോളും ബ്രെയിനിൽ. അടുത്തൊരു പോയിന്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹരായി. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. ഒന്നുകൂടി പറയാം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണ നേടിയത് ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവാണ്.
എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും നേടിയ ഇന്ത്യൻ താരമാണ് സൂര്യകുമാർ യാദവ്. മികച്ച ഏകദിന ക്രിക്കറ്റ് താരമായിട്ട് തിരഞ്ഞെടുത്തത് ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ്. മികച്ച ഏകദിന താരമായി തിരഞ്ഞെടുത്തത് ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയെയാണ്. മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ്. മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ്. മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുത്തത് ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ്. മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജ. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള PDF-കൾക്കും കൂടുതൽ അപ്ഡേഷനും കോച്ചിങ്ങിനൊക്കെ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു പോയിന്റ്, നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹരായി. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹരായി. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാന്നിക് സിന്നറും വനിതാ കിരീടം ബെലറൂസിൻ്റെ ആര്യാന സബലെങ്കയും നേടി. ഒന്നുകൂടി പറയാം, ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാന്നിക് സിന്നറും വനിതാ കിരീടം ബെലറൂസിൻ്റെ ആര്യാന സബലെങ്കയും നേടി. അടുത്ത പോയിന്റ്, പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയി അന്തരിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയി അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാണ്. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാണ്. സ്വാതന്ത്ര്യ സമര സേനാനി KK ഉണ്ണീരി നിര്യാതനായി. സ്വാതന്ത്ര്യ സമര സേനാനി KK ഉണ്ണീരി 100 വയസ്സ് നിര്യാതനായി. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരിണി 47 വയസ്സ് അന്തരിച്ചു. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരിണി 47 വയസ്സ് അന്തരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്